ഇനിയോ അള്ളാഹ് ഹറാമാക്കിയതാ പച്ചിറച്ചി തിന്നല്. ഇന്നാകെ മനുഷ്യൻ പൈസ എടുത്തു വാങ്ങുന്നത് പോത്തിന്റെ ബീഫ് അല്ലത്തിന്റെ ഇറച്ചിയുള്ളൂ, ബാക്കി യഥേഷ്ടം തിന്നത് പച്ചിറച്ചിയാ. ഓരോരുത്തരും കണക്കിന് കഴിക്കാൻ തുടങ്ങി. ആരാന്റെ കുറ്റം കുറവ്? ഓരോരുത്തരുടെ പച്ചമാംസം തിന്നുന്നതിൽ ഒരറപ്പും കാണിക്കൂല. തന്റെ രണ്ട് തേറ്റയും ഉപയോഗിച്ച് വാരി വലിച്ച് തിന്നോണ്ടിരിക്കുക മനുഷ്യന്മാർ. ഒരു കാലത്ത് സരിത, പിന്നൊരു കാലത്ത് സ്വപ്ന, കുറെ കാലത്ത് ഉമ്മൻചാണ്ടി, വേറെ കുറെ രാഷ്ട്രീയം, മതം, സാമുദായികം. ആർക്കും എന്തും പച്ചയിറച്ചി തിന്നാന്നുള്ള തോന്നൽ. സോഷ്യൽ മീഡിയ എന്തിനാ? ആൾക്കൂട്ട വിചാരണ ചെയ്യാൻ. അള്ള പൊറുത്താലും നാട്ടിലാങ്ങളാര് പൊറുക്കൂല, നാട്ടിലെ കുടുംബക്കാർ പൊറുക്കൂല. സോഷ്യൽ മീഡിയയിലൂടെ മാനത്തിന് വില പറയുന്നവരില്ലേ? ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് പച്ചയിറച്ചി തിന്നുന്നവരില്ലേ? ഇതൊക്കെ തിന്നുന്നവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങളുടെ വാക്ക് കാരണം ഒരു നെഞ്ചെങ്കിലും പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്വർഗം കെടുത്തിക്കളയാൻ ആ കണ്ണീരിന് വിലയുണ്ട്. പക്ഷെ മനുഷ്യന്മാര് ചിന്തിക്കൂലെന്ന്. ആർത്തിയ ആരാന്റെ കുറ്റം പറയാൻ. കിട്ടിയാൽ കിട്ടിയ കോഴിക്കുട്ടികളെ മാതിരി പറക്കുകയ്യ. സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന 5 ആൾക്കാർ ഒരു സുബഹിക്ക് 4 ആള് മാത്രം വരിക. ഒരുത്തനെന്തോ സൂക്കേട് വന്ന് തിരിച്ചോന്നവരെ കുറ്റം വരാത്തവൻ്റെതാണ്. ഒരാളൊരു സദസ്സിലില്ലെങ്കിൽ ഇങ്ങനെ എത്രയെത്ര കുറ്റങ്ങളും കുറവുകളും പേറി നടക്കുന്ന മനസ്സുകളാ അള്ളാഹ് ഹറാമാക്കിയതാ, നിഷിദ്ധാക്കിയതാ. നിങ്ങളത് പറയാൻ പാടില്ല, കുത്തുവാക്ക് പറയാൻ പാടില്ല. ഖുർആൻ നിരോധിച്ചതാ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. കുത്തുവാക്കുകളെ കൊണ്ട് നിങ്ങൾ ഒരു മനസ്സ് മുറിപ്പിക്കരുത്. വലാ യഅതബ് ബഅദുകും, നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ പച്ചയിറച്ചി തിന്നരുത്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി ചെയ്യരുത്. ഇവിടെ കിട്ടുന്ന അവിടെ പോയി പറയരുത്, അവിടെ കിട്ടുന്ന ഇവിടെ വന്ന് പറയരുത്. രണ്ടിന്റെ ഇടക്ക് കിടന്നിട്ട് ചോര കുടിക്കരുത്. ഇല്ലാത്തത് ഉണ്ടാക്കി പറയരുത്. തോന്നിയത്, മനസ്സ് തോന്നിയത് വിളിച്ചു പറയരുത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹഫ്സ ബീവിനെ ഒരിക്കൽ വിളിച്ചു: നബിയേ, നിങ്ങൾക്ക് കുള്ളത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലേ എന്ന്. കാരണം ഹഫ്സ ബീവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു മധുരള്ള തേന് എന്തോന്ന് മിക്സ് ആക്കിയ ഒരു ഭക്ഷണം റസൂലുള്ള കഴിച്ചപ്പോ റസൂലുള്ളാക്ക് ഭയങ്കര സന്തോഷം തോന്നി. റസൂല് ചോദിച്ചു: ഹഫ്സ, നിന്റെ ആയിഷക്ക് ഇങ്ങി കുറച്ചത് തരുവോ? ഹഫ്സ ബീബി വേഗം ഒരു പാത്രത്തിൽ എടുത്തു. വീട്ടിലെത്തി റസൂലുള്ള ആയിഷ ബീബിന്റെ നേരെ നീട്ടി. ആയിഷ ബീബി ഒരൊറ്റ തട്ട. എന്നിട്ട് പറഞ്ഞു: റസൂലേ, എനിക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുള്ളത്തിനോട് ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതലാണ്. അള്ളാന്റെ ഹബീബ് അന്ന് വരെ ആയിഷ ബീബിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ആയിഷ ബീബിനോട് മുഖം കറുത്ത് റസൂല് സംസാരിച്ചിട്ടില്ല. ആ റസൂൽ അന്ന് കുനിഞ്ഞിരുന്ന് പൊട്ടിപ്പോയ പാത്രങ്ങൾ എടുത്തു വെക്കുമ്പോ ആയിഷ ബീബിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു: ആയിഷ, നീ ആ പറഞ്ഞ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു പോവുകയായിരുന്നു ആയിഷ. കടലും കടലിലുള്ളതും. ഇന്നും 289 യാത്രക്കാരുമായിട്ട് അപ്രത്യക്ഷമായ ഒരു വിമാനം ഈ കടലിൽ എവിടെയാ നശിച്ചത് എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചൊരു കാലത്ത് ആ വിമാനം കടലിന്റെ ഏതു ഭാഗത്താന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കടലിന്റെ ഒരു പരിധിയിലധികം മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ആ കടൽ ചൂണ്ടിയിട്ട് അള്ളാന്റെ ഹബീബുള്ള പറഞ്ഞു: നീ പറഞ്ഞ കുള്ളത്തി 3 അക്ഷരേ ഉള്ളൂ, അത് കടലിൽ കലക്കിയാൽ കടല് പോലും നശിച്ചു പോവുകയായിരുന്നു ആയിഷ. ഞമ്മക്കാരെ പറ്റി പറയാം, എല്ലില്ലാത്ത തൊള്ളേലെ നാവ് നാട്ടുകാരെ പച്ചയിറച്ചി തിന്നാനും മനസ്സു തോന്നുന്നതും പറയാനാന്നുള്ള ധാരണയിലാ നമ്മളിൽ പലരും. അതെന്ത് പറഞ്ഞാലും ആരും ചോദ്യം ചെയ്യൂല എന്നുള്ള തോന്നല്. ഇന്നലെ ഇതിന്റെ ലേറ്റസ്റ്റ് മോഡൽ നമ്മൾ കേട്ടില്ലേ? ഒരു സൈനികന്റെ പേരിൽ ആരോപണം ഉണ്ടായി. പെണ്ണ് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു എന്നെ ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എന്ന്. 14 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ പരിശോധനയിൽ തെളിഞ്ഞു ഓള് കുടിച്ചതേശം ഓവറായി പോയതാ, അല്ലാണ്ട് പീഡനമൊന്നും നടന്നിട്ടില്ല. 14 ദിവസം ചാനൽ ചർച്ചന്റെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ആ ചെറുപ്പക്കാരനെ തെറി വിളിച്ചവരിൽ ആരെങ്കിലും ആ മനുഷ്യനോട് നേരിട്ട് മാപ്പ് പറയാൻ പോയോ? കൈ പിടിച്ച് പൊരുത്തപ്പെടിച്ചോ? പറയുന്ന വാക്കും വാവിട്ട വാക്കും നാളെ പടച്ചോന്റെ അടുത്ത് നമുക്ക് ശാപമായിട്ട് തിരിച്ചു വരും. ഇത്തൊക്കിൽ മഹാരും അള്ളൊരു കാര്യം നിഷിദ്ധാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു രസത്തിനും പോകരുത്, ഒരു സമാധാനത്തിനും അതിലേക്ക് പോകരുത്. ആ ഹറാമ് ഞാൻ കൊന്നാലും ചെയ്യൂല എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, പെട്ടെന്നൊന്നും ചിലപ്പം ലോണൊന്നും പലിശയൊന്നും രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് വരും. എന്നാലും അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കണം, പഠിച്ചോൻ എനിക്ക് അതിനൊന്ന് രക്ഷപ്പെടണം. കാലങ്ങളോളം മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഹറാമാക്കല്ലേ റബ്ബേ. ഇങ്ങനെ പലിശയിലും ലോണിലും ജീവിച്ചിട്ട് എന്റെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കുന്ന ഇനി കുറ്റാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം, രക്ഷപ്പെടാൻ തേടണം. അതൊരു വഴി കാണിച്ചു തരും. അതുകൊണ്ടാണ് ഇത് കേട്ടപ്പം സഹാബാക്കള് മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോ ഭാര്യമാര് വാതിൽ തടഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ കാരണം പട്ടിണി ഞങ്ങൾ കിടക്കും, പക്ഷെ നിങ്ങൾ കാരണം നരകത്തേക്ക് ഞങ്ങൾ പോവില്ല എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു വറ്റ് നിങ്ങൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് കേട്ടോ എന്ന്.
നാളെ പരലോകത്ത് മക്കള് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എപ്പോഴാണ്? ആ വാപ്പ അറിയാത്ത നിലക്ക് മക്കളെ ഹറാമ് തീറ്റിച്ചതിന്റെ പേരിലാണ്. മക്കള് കൈ ചൂണ്ടി ചോദിക്കും, വാപ്പ നിങ്ങൾ ഞങ്ങളെ ഹറാമ് തീറ്റിച്ചിട്ട് ഞങ്ങളെയും കൂടി നശിപ്പിച്ചില്ലേ എന്ന്. സുബഹി നിസ്കരിച്ച് സലാം വിട്ടി എഴുന്നേറ്റോടുന്ന ഒരു സുഹാബിയോട് റസൂൽ ചോദിച്ചു, അല്ല സഹോദര, ദിക്റും ദുആകളൊന്നുമില്ലേ? ആ സുഹാബി പറഞ്ഞു, നബിയെ, എന്റെ അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പഴം കൊലച്ചിട്ടുണ്ട് നബിയെ. ഞാനും മക്കളും 4 ദിവസമായിട്ട് പട്ടിണിയാ റസൂലേ. ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും ആ ഈത്തപ്പഴം എന്റെ പറമ്പുക്കും മുകും. എന്റെ മക്കളെ എഴുന്നേൽക്കുന്നതിന്റെ ഇടക്ക് എനിക്ക് ആ കാരക്കെടുത്തിട്ട് ഓന്റെ പറമ്പ് കിടണം. റസൂല് ചോൻ ഏതാ? സുഹാബിയ? അല്ല റസൂലെ, ജൂതനാണ്. അമുസ്ലിമായ ഒരുത്തന്റെ സമ്പത്ത് പോലും അപഹരിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. നമ്മളോ അള്ളാഹ് ഹറാമാക്കിയത് എന്നെ വാരി പിടിച്ചുകൊണ്ടിരിക്കുക, ആളെ പറ്റിച്ചിട്ടും കൊന്നിട്ടും തന്ത്രത്തിലൂടെയും പൈസ ഉണ്ടാക്കുക. എനിക്ക് മുതലുണ്ടാക്കാൻ ഈ മിമ്പർ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ പുരോഹിതൻ, പണ്ഡിതൻ, പാമരനൊന്നും വ്യത്യാസമല്ല. ഈ മിമ്പർ ഉപയോഗിച്ച് പ്രസംഗിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരു 10 ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രസംഗം കഴിഞ്ഞിട്ടാ പറയാം, ഒരു ബിസിനസ് ഉണ്ട് കേട്ടോ, എന്തേ നിങ്ങൾ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം. എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും വിശ്വസിക്കുന്ന നിങ്ങളിൽ പലരും ഇൻവെസ്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ പ്രസംഗത്തിനെയാണ്. ഇന്ന് വരെ ഞാനൊരു MBA ബിരുദം എടുത്തിട്ടില്ല, ഒരു കച്ചവടം നടത്തിയിട്ടില്ല, ഒരു ബിസിനസിന്റെ അവസ്ഥ എനിക്കറിയൂല, ഒരു ഷോപ്പ് എങ്ങനെ വാടകയ്ക്ക് എടുക്കണമെന്ന് പോലും എനിക്കറിയൂല, ഒരു ആടിനെങ്ങനെ മേക്കണമെന്ന് പോലും എനിക്കറിയൂല. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ പദവിയും പത്രാസുന്റെ മിമ്പർ ഉപയോഗിച്ചിട്ട് പറയാ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യണം. കിട്ടിയ 50 കോടി അല്ലെങ്കിൽ 50 ലക്ഷത്തിന് മാസത്തിൽ അതിൽ തന്നെ എടുത്തിട്ട് ഞാൻ ഓൽക്ക് കുറച്ച് കൊടുക്കും. പിന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ ഞാൻ തന്നെ പറയും, ഇത് പൊളിഞ്ഞിട്ടോ പോവുകയാണ്. ഇട്ട് അതിന് ലാഭം പ്രതീക്ഷിച്ചിരിക്കുന്ന പലരും ഇപ്പൊ കുത്തുവാളെടുക്കുക. നിങ്ങൾ എന്തേ അതിൽ ലാഭടാനുള്ള കാരണം? ഇത് പൊളിയുമ്പോഴാ പലരും നാട്ടുകാരോട് വിവരം പറയാ. പൊളിയുന്നവരെ പറയൂല. അതെന്താ? പൊളിയുന്നവരെ കിട്ടുന്നൊക്കെ ഓന്റെ ഹലാല. മേലനങ്ങാണ്ട് 10,000 മാസത്തിൽ വെച്ച് കിട്ടെങ്കിൽ ആരും അറിയണ്ടല്ലോ, വാങ്ങി തിന്നും. ഇത് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടുകാരോട് മൊത്തം പറയും, ഓൻ പറ്റിച്ചു, വൻ പറ്റിച്ചു, വങ്കുവെ ചേർത്ത് വങ്കൂട്ടി. ഈ ചേർക്കാൻ വന്നവനോട് അതിന്റെ മുൻപ് നാട്ടിലുള്ള ഒരു ഉലമാനെ ചെന്ന് കണ്ടിത് ഹക്കോ ബാത്തിലോ എന്ന് ചോദിക്കാത്തത് എന്തേ? കിട്ടുന്നത് ഇങ്ങ് പോരട്ടെ, പൊളിഞ്ഞാ നാട്ടുകാരോട് പറയാന്നുള്ളതാരാണ്? അതാ ഇന്ന് ഇസ്ലാം. ഇന്ന് പലരെയും മനസ്സ് ഇത്തക്കിൽ മഹാരിം, ഒരു കാര്യം ഹറാമാന്നറിഞ്ഞ അതിലെന്ത് ലാഭം കിട്ടിയാലും നിങ്ങൾ അതിന് മെനക്കെടരുത്. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കുണ്ടാവേണ്ട മറ്റൊരറിവ്, നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ, സ്വസ്ഥത വേണോ, മനസ്സിന് ഐശ്വര്യം വേണോ? എന്തുണ്ടായാ മതി? അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാ മതി. അള്ള വിധിച്ചത് നമുക്ക് കിട്ടും എന്നുള്ളത് 100% സത്യ. അള്ള വിധിക്കാത്തത് ലോകത്താരെ കൂട്ടുപിടിച്ചാലും നമുക്ക് കിട്ടിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏത് കോട്ട കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിലും അള്ള നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വായിലെത്തും. പക്ഷെ നിന്റെ ചുണ്ടോടടുപ്പിച്ചത് നിനക്കല്ല വിധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചുണ്ടും ഒന്ന് പടച്ചം കൊണ്ടുപോവുകയും ചെയ്യും. ഉദാഹരണമായി ആന്ധ്രയിലും ഗുജറാത്തിലും നെൽപ്പാടങ്ങളിൽ കിടക്കുന്ന 100 കണക്കിന് കതിരുകളിലെ അരിമണികൾ അവിടെ നിന്നും ശുദ്ധീകരിച്ച് ചാക്കുകളിലായി തീവണ്ടി മാർഗം ഏതെങ്കിലും ഗോഡൌണുകളിലേക്ക് എത്തിയ ഗോഡൌണിൽ നിന്നും വലിയങ്ങാടിയിലെത്തി, വലിയങ്ങാടിയിൽ നിന്നും നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തി. ആ പലചരക്ക് കടയിലെ അരിച്ചാക്കിന്റെ പകുതി എത്തിയപ്പോൾ ഞാൻ എന്റെ ഷീട്ടുമായി ആ കടയിൽ കയറി. ആ അരിച്ചാക്കിന്റെ പകുതിയിൽ എന്റെ 5 കിലോ അരി എന്റെ പത്തായത്തിൽ എന്റെ വീട്ടിൽ എന്റെ വയറിലെത്താൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെത്തും. അത് അള്ളാന്റെ കല. ആന്ധ്രയിൽ കിടക്കുന്ന നെൽമണി ഇന്റെ വയറ്റിൽ കിടക്കണമെന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ വയറ്റിൽ തന്നെ കിടക്കും. വർളബിമാ ഖസമല്ലാഹുലക, അള്ളാഹു വിധിക്കുന്നത് നമുക്ക് കിട്ടും. നമ്മൾ ബേജാറാവണ്ട, ഒരു സങ്കടവും വേണ്ട. അള്ള വിധിച്ചിട്ടില്ലേ, നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്കത് കിട്ടിയില്ല. പക്ഷെ ഈ ആർത്തിയ മനുഷ്യനെ ആർത്തി പിടിച്ചോടുക, ജീവിക്കാൻ പോലും മറന്ന് പൈസന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ആയുസ് തീരുന്നവരെ മുതലുണ്ടാക്കും, അവസാനം കുറെ സൂക്കേടുമായി അള്ളാന്റെ മണ്ണിലേക്ക് മടങ്ങും. മഹാനായ റസൂൽ ചോദിച്ചൊരു ചോദ്യല്ലേ, മാലി വമാലി, വഖാല ഇബ്നു ആദം മാലി വമാലി. ആദമിന്റെ മക്കൾ പറയാ, ധനം, പണം, ഇന്നതാ പവർ. നാട്ടുകാരെ മുൻപിൽ പത്രാസ് കാണിക്കാൻ, ഈഗോ കാണിക്കാൻ, പൊങ്ങച്ചത്തിൽ ജീവിക്കാൻ മുതല് വേണം. അവസാനം കൊണ്ടുപോകുന്നതോ വെട്ടിപ്പിടിച്ച സമ്പാദ്യത്തിൽ നിന്ന് 100 ഉറുപ്പ്യന്റെ താഴെയുള്ള 3 വെള്ളത്തുണി, 100 ഉറുപ്പ്യന്റെ താഴെയുള്ള 3 വെള്ളത്തുണി. ഇതല്ലാത്ത ഈ ലോകത്തുനിന്ന് ഒരാൾ എന്തെങ്കിലും കൊണ്ടുപോയതായിട്ട് ഈ ലോകത്തിന് തെളിയിക്കാൻ പറ്റൂല. ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭംഗിയുള്ള വസ്ത്രത്തിൽ ഓനെ കടത്തൂല, ഓനേറ്റവും പ്രിയപ്പെട്ട വാച്ചോനെ കൊണ്ട് കെട്ടിക്കൂല, ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റോ വളകളോ കൈമല് വെക്കൂല. എന്തിന്? മരിച്ചോയ വല്യന്മാരെ ചെവിട്ടിന്റെ ഉള്ളിൽ പറ്റിക്കിടക്കുന്ന ചിറ്റുപോലും മക്കൾ പൊട്ടിച്ചെടുത്തിട്ടേ ആ അമ്മാനെ കബറിന്റെ ഉള്ളിലേക്ക് വെക്കൂ.
മാലി വ മാലി, ആർത്തിയ മനുഷ്യന്. എന്തൊക്കെ കള്ളത്തരത്ത് കൂടി ആ മനുഷ്യന്മാർ പൈസ ഉണ്ടാക്കുന്നത്, വിശ്വാസങ്ങളെ വഞ്ചിക്കുന്നവര്. ഏതൊക്കെ കോലത്തിൽ ഓരോരുത്തർ മുതലുണ്ടാക്കാന്ന് ചിന്തിക്കുക. നെറ്റ് മാർക്കറ്റിംഗ് ഒരു ഭാഗത്ത്, വേറെ ഭാഗത്തില്ലാത്ത ബിസിനസിന്റെ പേരിൽ വേറെ അളവിലും തുക്കലും കൃത്രിമം കാണിച്ച്. കഴിഞ്ഞ ദിവസം ഏതാനും നോമ്പിന്റെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടില്ലേ പത്രത്തിൽ, 10-17 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് ഉള്ളത് ഊട്ടിയുരുക്കി നാട്ടിലൊരു 4 സെന്റ് വാങ്ങി ഭാര്യന്റെയും മക്കളെ ഇതൊക്കെ വിറ്റ് പെറുക്കിയിട്ട് അവനൊരു വീട് പണി തുടങ്ങിയതാ. 50 ചാക്ക് സിമന്റ് ആ വീടിനാകെ വേണ്ടുള്ളൂ. 480 സ്ക്വയർ ഫീറ്റിന്റെ വീട്, സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്ത വീട് വാർപ്പിന്റെ അന്ന് കുത്തനെ പൊളിഞ്ഞങ്ങോട്ട് വീണു. പരിശോധിക്കാൻ വന്ന പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കുഴപ്പം കല്ലിന. കാരണം ചെങ്കല്ലിന്റെ കനം വീതി 13.5 ഇഞ്ചായിരുന്നു പണ്ട്, ആർത്തിയില്ലാത്ത കാലത്ത്. അവനാന്റെ വീട്ടിന്റെ പറമ്പെന്ന് വെട്ടുമ്പം ആർത്തി കൂടി കുഴിന്ന് കുറെ കല്ല് കിട്ടുന്നു തോന്നിയപ്പോ അത് 12.5 ഇഞ്ചാക്കി മാറ്റി ആർത്തിക്കാരൻ. വീണ്ടും ആർത്തിക്കാർ ഒരേ കുളത്തിൽ നിന്ന് കുഴിയിൽ നിന്ന് 100 കണക്കിന് ലോഡ് ഉണ്ടാക്കാൻ വെപ്രാളപ്പെട്ടോൻ അത് 12 ഇഞ്ചാക്കി. ഈ സാധുവിന് ഇറക്കി കൊടുത്ത് 11.25 ഇഞ്ചിൻ്റെതാണ്. ചേർന്ന് നിന്നില്ല കല്ല്, ഒളിഞ്ഞു വീണു കല്ല്. 3 പൈതലുകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പാവം ഭാര്യയും ആ ഭർത്താവും ആ പൊളിഞ്ഞതിന്റെ മുൻപിലിരുന്നിട്ട് കണ്ണീരൊഴിക്കുമ്പോ, ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ആ പൊരന്റെ മുൻപ് കുത്തിയിരുന്നിട്ട് നെഞ്ചു പൊട്ടുമ്പോ ആ മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണീര് മതി ഇടക്ക് നിന്നോനും വാങ്ങിയോനും പറ്റിച്ചോനും കൂട്ടുനിന്നോനും തിന്നോനും തീറ്റിച്ചോനും അവന്റെ ഹൃദയം ഭസ്മമായി പോകാൻ. ആരാന്റെ സങ്കടപ്പെട്ട ഒരു മുതലിന്റെ ഇങ്ങളെ സമ്പത്തിൽ ഉണ്ടാവരുത്. അതുണ്ടെങ്കിൽ നമ്മൾ എത്ര ദാനം ചെയ്താലും, ചിലർക്ക് അങ്ങനെ ഒരു തോന്നല, കുറെ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കിയിട്ട് ഉമ്മാനി വാപ്പാനി ഒരു ഉമ്രക്ക് പറഞ്ഞേച്ചാൽ പഠിച്ചവൻ അതങ്ങ് കബൂലാക്കുന്നു. അങ്ങനെ പറ്റിച്ച മതാണല്ലോ ഇസ്ലാം. കുറെ ഹറാമ് സമ്പാദിച്ചിട്ട് പിന്നെ അത് പള്ളിക്ക് ഒരു 100 സിമെന്റും എത്തിങ്കാനക്ക് 4 അല്ലെങ്കിൽ 4 ലോഡ് അരിയൊക്കെ കൊടുത്താൽ നമ്മളെ ആ ഹറാമ് പഠിച്ചാൻ അങ്ങ് കബൂലാക്കി കളയുന്നു. ഒരാണ് അവിടെ നിന്ന് വന്നോ എങ്ങിട്ട് പോയി അള്ളാനെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അത് പേടിച്ചതിന്റെ പേരിൽ ആ സഹാബാക്കള് അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, പാപ്പാ ഞാൻ നിങ്ങളെ കരളിന്റെ കഷണല്ലേ, ആ മോളെ എങ്കിൽ എനിക്ക് ബൈത്തുൽ മാലിൽ നിന്നും ഒരു മധുരമുള്ള ഈത്തപ്പ എടുത്തരോ. റസൂലുള്ള പറഞ്ഞു, മോളെ അൻകദീ നഫ്സകി മിനന്നാർ, നരകത്ത് നിന്റെ മോളെ കാക്കണം, അതെന്റെ വാപ്പന്റെ മുതലല്ല, ബൈത്തുൽ മാല. കണ്ണീരോട് ആ ഫാത്തിമ ബീവി തിരിച്ചു പോകുമ്പോ റസൂലുള്ള പറഞ്ഞു, മോളെ എനിക്ക് ഗുണം കിട്ടുന്ന വേറൊന്ന് പറഞ്ഞുതരാ വാപ്പ. എന്താ വാപ്പ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ചൊല്ലിക്കോ, എനിക്ക് ഗുണാ. ആ സൂക്ഷ്മതയായിരുന്നു സഹാബാക്കൾ കാണിച്ചത്. ഇന്ന് ആർത്തിയ മനുഷ്യന് മുതലുണ്ടാക്കാൻ മതിയാകുന്നില്ല, മരിക്കുന്നവരെ മതിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും മരിക്കുമ്പോഴേക്കും കുറെ മുതലൊക്കെ ഉണ്ടാവും. എന്തേ ഇപ്പം സമ്പാദിച്ചെന്ന് വെച്ചാൽ പറയും ആടെ 2 മുറി പീടിയ, പിന്നെ പന്നിയങ്കര ഒരു 10 സെന്റ് സ്ഥലം, പിന്നെ ആ കാളു റോഡിന്റെ അടുത്തൊരു 3.5 സെന്റ്. ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും. ഈ ദുനിയാവെന്ന് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുമ്പം ദുനിയാവിലെ വലുപ്പേ പറയാനുള്ളൂ. പിന്നെ മക്കളെ പഠിപ്പിച്ച കഥയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത കഥയും, മൂത്തോള് M.Tech ആയിരുത്തി, രണ്ടാമത്തോള് MC ആയിരുത്തി, മോൻ പഠിച്ച് പെണ്ണും കെട്ടി നല്ല തറവാട്ടെന്ന് മൂത്തോന്റെ മോക്ക 10 A+ കിട്ടിയത്, ഇളയോന്റെ മോളപ്പ അൽഫിത്തറെ പോയി 10 സൂറത്ത് കാണാണ്ട് ചെല്ലിത്തരുന്ന്. അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തി ദുനിയ. പലർക്കും പറയാം മക്കളെയും മരിയക്കളെയും പൈസന്റെയും കണക്കേ ഉള്ളൂ റസൂലേ. അവർക്ക് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പാപത്തിന്റെ കൊട്ടയാ. ആളെ പറ്റിച്ചിട്ടും കൊള്ളലാഭെടുത്തിട്ടും വെട്ടിപ്പിടിച്ചിട്ടും അവരുണ്ടാക്കിയ മുതല് അത് അള്ളാന്റെ ദുനിയാവിൽ തന്നെ അവർക്ക് കണ്ണീരായിട്ട് ഭവിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് വർളബിമാ ഖസമല്ലാഹു ലക, പടച്ചോൻ വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്കുക. ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട്. ഷാദുലിപ്പള്ളിയിൽ ഹുത്തുബ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ കുറെ കടണ്ടായിരുന്നു, ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, 8 കോടി ഉറുപ്പിന്റെ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും, ഒരു ഒപ്പിന്റെ കുറവേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോവുക, നിങ്ങൾ ദുആരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ഹൈറാവട്ടെ. 3 ആഴ്ച കഴിഞ്ഞോ ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു. ഓമന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാത്രക്ക് റാഹത്തായിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ഓന്റെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹദിയ എന്റെ കൈമ തന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ നിങ്ങൾ ദുആൽ എന്നെ ഉൾപ്പെടുത്തും. ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി? ഓൻ പറഞ്ഞു അത് എനിക്ക് പോയി ഉസ്താദേ, അതെനിക്ക് കിട്ടിയില്ല. ഇതും പറഞ്ഞു ഓനിങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടതെന്നായി പോയി. ഞാൻ അവന്റെ പിന്നെ ചെന്ന് തോളത്ത് ഇങ്ങനെ കൈവച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല ഉസ്താദ്, എനിക്ക് പടച്ചോൻ 8 കോടിക്ക് പകരം 16 കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, അതിനാണല്ല ഈ 8 കോടി കളഞ്ഞതെങ്കിലോ, എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട്. ആ ഒരു ഈമാൻ ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്കൊരു 10 ഉറുപ്യ പോയാൽ മതി, പിന്നെ ഒരു 3 ആഴ്ചത്തേക്ക് ഉറക്കുണ്ടാവില്ല, ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാൽ. അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു പോയാൽ പോലും ഇപ്പൊ മനസ്സിന് ചൊറിച്ചില്ല. ഓല 5-6 ആൾക്കാർ വന്ന് എഴുതിപ്പോയിക്ക് എത്ര 20,000 10,000, പിന്നെ അതിന്റെ ബേജാറ് വേറെ. എല്ലാവരും അത്തരക്കാര് എന്നല്ലോ, കുറ്റപ്പെടുത്തല്ല. ഇന്ന് മതിയാവുന്നില്ല മനുഷ്യന്മാർക്ക്. എല്ലാ കാര്യവും 2 വാക്കിലേക്ക് ഒതുങ്ങി, ലാഭം.
സൗഹൃദങ്ങൾ പോലും ലാഭ, ബന്ധങ്ങൾ പോലും ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ സ്വന്തം ചോരനെ ചതിക്കാൻ പോലും ആളുകൾക്ക് മടിയില്ല. ഏട്ടനെ കച്ചവടത്ത് കൂട്ടി ലാഭം കിട്ടിയെന്ന് തോന്നുമ്പോ ഏട്ടനെ ചാമ്പി, അനിയനെ കൂട്ടി അനിയനെ ഒതുക്കി. ഇതൊക്കെയപ്പം നാട്ടിൽ നടക്കുന്നത്. സൗഹൃദങ്ങൾ, ഭാര്യന്റെ കുടുംബക്കാരെ, അളിയന്മാരെ, ബന്ധുക്കളെ, മോളവിയാപ്പിളനെ, ഇതൊക്കെ വ്യാപക. എന്തുണ്ട് നിക്കാരോ നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാണ്.